അന്താരാഷ്ട്ര യുവജനത്തിൻ്റെ പരിപാടികൾ നാളത്തെ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പലയിടത്തും ഇന്ന് നടത്തുകയാണ്. ഈ ദിനത്തിൽ ഇന്നിവിടെ ഇത്രയും പേർ ഒരുമിച്ച് ചേരുമ്പോൾ തീർച്ചയായും ആരോഗ്യമുള്ളൊരു ജനതയെയും ആരോഗ്യമുള്ളൊരു രാഷ്ട്രത്തെയും കെട്ടിപ്പടുക്കുവാനുള്ള വളരെ വലിയൊരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യകൾ വികസിക്കുമ്പോൾ നമ്മൾക്ക് തന്നെ പലപ്പോഴും അതിൽ അഭിമാനം കൊള്ളാറുണ്ട്, ആശ്വാസം കൊള്ളാറുണ്ട്. അത് വസ്തുത എന്നിരിക്കുമ്പോൾ തന്നെ സാങ്കേതിക വിദ്യകൾ വളരുമ്പോഴേക്കും അതിനോടൊപ്പം തന്നെ ജനിച്ച് വളർന്ന മറ്റ് പ്രവണതകളും വളരാറുണ്ട്. ഇപ്പോൾ ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കുമ്പോഴോ കോളേജുകളിൽ പഠിക്കുമ്പോഴൊക്കെ ഉള്ള കാലഘട്ടത്തിൽ നിന്ന് മാറിക്കൊണ്ട് ആരോഗ്യ സംരക്ഷണത്തിൽ പൊതുസമൂഹം മുഴുവനും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന സാഹചര്യമാണ് കാണാറുള്ളത്. നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ തന്നെ ഹെൽത്ത് കെയർ സെൻ്ററുകൾ വളരെ വ്യാപകമായിട്ട്, വളരെ കാര്യമായിട്ട്, വളരെ സജീവമായിട്ട് വളർന്നു വരികയാണ്. ഒരുപക്ഷെ മനുഷ്യൻ്റെ ആയുർദൈർഘ്യം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ വെളിച്ചത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയിലുണ്ടാകിയ മുന്നേറ്റം, ജനങ്ങളുടെ സ്പെൻഡിങ് കപ്പാസിറ്റി കൂടിയതിൻ്റെ അർത്ഥത്തിലും ആരോഗ്യം നിലനിർത്തുവാൻ വേണ്ടി, ആരോഗ്യം സംരക്ഷിക്കുവാൻ വേണ്ടി ഓരോരുത്തരും എത്രത്തോളം സമയവും സാമ്പത്തികവും ചെലവഴിക്കുന്ന കാലഘട്ടത്തിലോട്ടാണ് വരുന്നത്. ജനങ്ങൾ അവരവരുടെ, സാധാരണക്കാർ പോലും ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും ആരോഗ്യമുള്ളൊരു രാഷ്ട്രത്തിന്, ആരോഗ്യമുള്ളൊരു ജനത തന്നെയാണ് അവരുടെ സമ്പത്ത്. നമ്മുടെ ആരാധനായ പ്രധാനമന്ത്രി 2014 അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും നാടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും പൂർണ്ണമായിട്ടുള്ള പിന്തുണ അന്ന് ലഭിച്ചിരുന്നില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ആരോഗ്യമേഖലയ്ക്ക് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരുൾപ്പെടെ ഉള്ളവർ യോഗ മാറ്റിലിരുന്നു കൊണ്ട് കാഴ്ചക്കാരായിരിക്കുന്ന സാഹചര്യമാണ് കണ്ടിരുന്നതെങ്കിൽ 10 വർഷം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും ലോകം മുഴുവനും യോഗയുടെ പേരിൽ ഒരുമിക്കുന്ന ഒരു സാഹചര്യം. എല്ലായിടത്തും ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്നില്ല, മറിച്ച് അറേബ്യൻ നാടുകളിൽ പോലും ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഞാനൊരു വലിയൊരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഇവിടെ എയ്ഡ്സ് കൺട്രോൾ സെൽ ഉൾപ്പെടെയാണ് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും വളരെയധികം അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഞാൻ വളരെ ഗൗരവത്തോടെ പറയുന്നു. പല സ്കൂളുകളിലും പ്രവേശനോത്സവമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രസംഗിക്കാനൊക്കെ ചെല്ലുമ്പോഴേക്കും പരിപാടിക്ക് മുമ്പ് ചിലപ്പോൾ ടീച്ചേഴ്സൊക്കെ വ്യക്തിപരമായിട്ട് അടുത്ത് വന്നിട്ട് സ്വകാര്യമായിട്ട് പറയാറുണ്ട്, മേറെ പ്രസംഗിക്കുമ്പോഴേക്കും ഡ്രഗ്സ് ഉപയോഗത്തിനെക്കുറിച്ചും അത് കുട്ടികളിൽ കൂടുതൽ വ്യാപകമായി കണ്ടുവരുന്നുണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ 2 വാക്കണോ. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാര്യം സ്കൂൾ പഠിക്കുന്ന കുട്ടികളുടെ മുൻപാകെ ഇത് പറയേണ്ടി വരുന്ന, ഈ പ്രസംഗിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഏതു തരത്തിലാണ് അതിനെ ചെറുക്കേണ്ടത്? ഇപ്പോൾ സംസ്ഥാന സർക്കാർ വളരെ സജീവമായിട്ട് ആ മേഖലയിൽ കടന്നു വരുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കണം. അതോടൊപ്പം തന്നെ എനിക്ക് പറയാൻ പരിമിതിയുണ്ട്, നിങ്ങൾക്കറിയാം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തിന് ഏതു തരത്തിലാണ് മനുഷ്യനെ പുതിയ പുതിയ സാഹചര്യങ്ങളിൽ നയിക്കുന്നത് എന്ന്. തീർച്ചയായിട്ടും ഒരു പ്രസംഗത്തിലോ ഒരു സെമിനാറിലോ ഒതുക്കുവാനുള്ളതല്ല, മറിച്ച് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഈ എയ്ഡ്സ് കൺട്രോൾ സെല്ലൊക്കെ തന്നെ അവരവരുടേതായ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ തന്നെ കൂടുതൽ നിങ്ങൾക്ക് ഏതൊക്കെ മേഖലയിലേക്ക് ഇറങ്ങി ഈ കാര്യത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണം. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു കാര്യം ഉറപ്പ് തരികയാണ്. ഇപ്പോൾ സ്കൂളുകളുടെയൊക്കെ തന്നെ നടത്തിപ്പ് കൂടി ഞങ്ങളുടെ ചുമതലയിലാണ്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ഞങ്ങളുടെയൊക്കെ ജോലി എന്ന് പറഞ്ഞാൽ രാവിലെ ആയിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് കുടിവെള്ളം മുട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങളുടെ അന്നത്തെ അജണ്ട മുഴുവൻ അതിലേക്ക് മാറും. ഒന്ന് മഴ 3 മണിക്കൂർ ഒരുമിച്ച് പെയ്ത് കുറച്ച് സ്ഥലത്ത് വെള്ളം പൊങ്ങിയാൽ ഞങ്ങളുടെ അജണ്ട മാറും. അതോടൊപ്പം തന്നെ ആരെങ്കിലും ഒരു തെരുവ് നായ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ അതിൻ്റെ പുറകിലായി, ഒന്നും നായയുടെ പുറകിലായി, അല്ലെങ്കിൽ കടി കിട്ടിയ ആളുടെ പുറകിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രയോറിറ്റി മാറും. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന തരത്തിൽ, നിങ്ങളിലൂടെ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ ഏതു രീതിയിൽ വേണമെങ്കിലും സഹകരിക്കുവാൻ വേണ്ടിയിട്ട് കോർപ്പറേഷൻ തയ്യാറാണ്. നിങ്ങളൊരു പ്രവർത്തന പദ്ധതി വിഭാവനം ചെയ്തിട്ട് ഞങ്ങളുമായിട്ട് പറ്റുന്ന തരത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിനെ മുഴുവനും ഗ്രസിക്കുന്ന ഈ ലഹരി എന്നുള്ള മേഖലയിൽ നിന്നുകൊണ്ട് നമുക്ക് അവയെ ഒഴിവാക്കാൻ സാധിക്കും.
ഈ തിരക്കുകളുടെയൊക്കെ ഇടയിൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ 2 മാസം മുമ്പ് എൻ്റെ ഒന്ന് പറഞ്ഞു, മേലെ നമ്മുടെ ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കടകളിലൊക്കെ ഒന്ന് റെയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓർഡറൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തോളൂ, നാളെ പൊയ്ക്കോളാൻ പറഞ്ഞു. പോലീസിനെ വിളിച്ച് സിറ്റി പോലീസ് കമ്മീഷനോട് സംസാരിച്ചു പ്രൊട്ടക്ഷൻ കൊടുക്കാനൊക്കെ. പിറ്റേ ദിവസം രാവിലെ ഒരു 8-8:30 മണിയായപ്പോൾ എൻ്റെ പറഞ്ഞു, ഒന്നിങ്ങോട്ട് വരാമോ, മെഡിക്കൽ കോളേജിൻ്റെ ആ ഭാഗത്ത് സ്കൂൾ തുറക്കുന്നതിന് വേണ്ടി സ്കൂൾ മാനേജ്മെൻറ്റുകളോ കുട്ടികളുടെ വീട്ടുകാരോ ഒക്കെ തയ്യാറെടുക്കുന്നത് പോലെയോ അതിനേക്കാളോ മികച്ച രീതിയിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് സ്കൂളുകളുടെ തൊട്ടിന് മുമ്പിലുള്ള പല പെട്ടിക്കടകളും സ്റ്റോക്ക് ചെയ്യുകയാണ്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെ ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യാൻ ഏതൊരു കട പരിശോധിച്ചാലും അതിൻ്റെ ഒക്കെ തന്നെ അടിയിൽ പ്ലാസ്റ്റിക് കവറിലും പേപ്പറിലും വളരെ മനോഹരമായിട്ട് പൊതിഞ്ഞ പലതരത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുണ്ട്. അതിൽ ഞങ്ങളുടെ 2-3 ട്രക്ക് കൊണ്ടുവന്നിട്ട് അതിനാണ് കയറ്റിക്കൊണ്ടുവന്നത്. 2 മണിക്കൂർ റെയ്ഡ് ചെയ്തതിന് ശേഷമുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റിക്കൊണ്ടുവന്നു. ഈ രീതിയിലേക്ക് ഞാൻ മുഴുവനും അപകടത്തിലാണെന്ന് പറയുന്നില്ല, പക്ഷേ ഈ പ്രവണതകൾ കാണുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ എടുത്തിരിക്കുന്ന മുൻകൈക്ക് എല്ലാവിധ പിന്തുണയും അർപ്പിക്കുന്നു. ആരോഗ്യമുള്ളൊരു ജനതയെ വാർത്തെടുക്കുവാൻ വേണ്ടി, ആരോഗ്യമുള്ളൊരു രാഷ്ട്രത്തെ വാർത്തെടുക്കുവാൻ വേണ്ടി 2047 ലോകത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രം ഭാരതമാകുമ്പോഴേക്കും അതിന് ഏറ്റവും കരുത്തുറ്റ ഒരു യുവജനത സംജാതമാക്കുവാനുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞാൻ എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.